بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ, നമ്മളുടെ സംസാരങ്ങൾ, നമ്മുടെ കേൾവി, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുന്ന കനം തോന്നുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിന്, മറ്റൊരു റമളാനിന് കൂടി സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ സന്ദർഭത്തിൽ കർമ്മങ്ങളുടെ ആത്മാവായിട്ടുള്ള ഇഖ്ലാസിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഈ നോമ്പിന്റെ സമയത്ത് 1 മണിക്കൂർ സംസാരിക്കണമെന്നാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. 1 മണിക്കൂർ സംസാരിക്കുക എന്നുള്ളത് പ്രയാസകരമല്ല, പക്ഷേ 1 മണിക്കൂർ ശ്രദ്ധിച്ചിരിക്കുക, കേൾക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ നോമ്പിന്റെ സന്ദർഭത്തിൽ അതികഠിനമാണ്. പുതിയ ശാസ്ത്രത്തിന്റെ വിശകലനം അനുസരിച്ച് ഒരു മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ 30-35 മിനിറ്റാണ്. അതുകൊണ്ടാണ് അത്ര സ്കൂളുകളിലൊക്കെ ഒരു പീരീഡ് 35-40 മിനിറ്റാക്കി നിശ്ചയിച്ചിട്ടുള്ളത്. 30 മിനിറ്റ് ക്ലാസ് എടുക്കണം, 10 മിനിറ്റ് കുട്ടികൾ അത് ഒന്നുകൂടി റിവൈസ് ചെയ്യണം എന്നതാണ്. എന്നാൽ പുതിയ ശാസ്ത്ര വിശകലനം അനുസരിച്ച്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം അനുസരിച്ച് ഒരു മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 14-15 മിനിറ്റാണെന്നാണ്. ഇപ്പൊ പുതിയ അധ്യാപകർക്കൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടുന്ന് പറയാറുണ്ട് 14-15 മിനിറ്റ് ക്ലാസ് എടുക്കാവും, പിന്നെ അത് കഴിഞ്ഞാൽ റിലാക്സേഷൻ കൊടുക്കണമെന്നാണ്. ഏതായിരുന്നാലും ഈ വിശുദ്ധ റമളാനിന്റെ സാഹചര്യം കണക്കിലെടുത്തു ഈ പള്ളിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരു സംസാരം നിർവഹിക്കുന്നത് എന്നതുകൊണ്ടും പുതിയൊരു പ്രഭാഷകനും എനിക്ക് പുതിയൊരു സദസ്സ് എന്നതുകൊണ്ടും നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനോ നിങ്ങൾക്കതുപോലെ കേൾക്കുവാനുമൊക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറി നമ്മൾ നിർവഹിക്കുന്ന ആരാധനാകർമ്മം എന്ന് പറയുന്നത് നോമ്പാണ് എന്നുള്ളത് നമുക്കറിയാം. ഇസ്ലാമിൽ ഒരുപാട് ആരാധനാകർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉണ്ട്. നമുക്കറിയാം, അറഫയിൽ വയ്ക്കൽ എന്ന് പറയുന്ന കർമ്മം ഒരു ദിവസത്തിന്റെ പകുതി 6-7 മണിക്കൂറാണ് ആ ആരാധനാകർമ്മം നിർവഹിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. തവാഫ് എന്ന് പറയുന്ന മഹനീയമായ കർമ്മം 3/4 മണിക്കൂർ മുതൽ 1.5-2 മണിക്കൂറാണ് മാക്സിമം ഉള്ളത്. എന്നാൽ നോമ്പ് എന്ന് പറയുന്നത് ഒരു പകൽ മുഴുവൻ 12-13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ മഹനീയമായ ഒരു ആരാധനാകർമ്മമാണ് നോമ്പ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഇബാദത്ത് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ
അതിൽ മറ്റ് ഇബാദത്തുകളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും കൂടി നിർവഹിക്കുന്ന വേറെ ഒരു ആരാധനാ കർമ്മവും നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. നമസ്കാരത്തിനിടക്ക് നമുക്ക് ദാനധർമ്മങ്ങളോ കച്ചവടമോ നടത്താൻ കഴിയില്ല. എന്നാൽ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് നമസ്കരിക്കുവാനും അതുപോലെ തന്നെ കച്ചവടം നിർവഹിക്കുവാനും ദാനധർമ്മങ്ങൾ നിർവഹിക്കുവാനും മറ്റ് ഭൗതികമായിട്ടുള്ള നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ നടത്തുവാനും സാധിക്കും എന്നുള്ളത് നോമ്പിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാന് അയാളെ ഇന്ന ഇബാദത്ത് ചെയ്യുന്നത് കണ്ടു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു ഇബാദത്തല്ല നോമ്പ് എന്ന് പറയുന്നത്. മറ്റേത് ഇബാദത്താണെങ്കിലും അയാൾ ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് കണ്ടു, നമുക്കത് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന നമസ്കാരമാകട്ടെ, ദാനധർമ്മമാകട്ടെ, മറ്റേത് കർമ്മങ്ങളുമാകട്ടെ, അവയൊക്കെ നോക്കിക്കൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് മറ്റൊരാൾക്ക് വിലയിരുത്തുവാനും അത് പറയുവാനും സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ ഒരു നിർവാഹമില്ല. കാരണം ഒരാളുടെ നോമ്പ് എന്ന് പറയുന്നത് അയാളും അഥവാ അടിമയും അള്ളാഹുവും മാത്രമുള്ള വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ഇടപാടിന്റെ പേരാണ് നോമ്പ് എന്ന് പറയുന്നത്. രണ്ടാളുകൾ അവര് ഇന്ന വീട്ടിലേക്ക് നമുക്കൊന്ന് സന്ദർശനം നടത്തണം, ഒരുപാട് കാലമായല്ലോ നമ്മളിവിടെ ചുങ്കത്തേക്ക് വന്നിട്ട്. ചുങ്കം മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരാണ് നമ്മൾ. അപ്പൊ നമുക്ക് ആ പഴയ കാലത്തെ ഓർമ്മകളൊന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ചുങ്കത്ത് നമ്മൾ പഠിപ്പിച്ചിരുന്ന മക്കളുടെ രക്ഷിതാക്കളെ അവരുടെ വീടുകളൊക്കെ ഒന്നുകൂടി ഒന്ന് സന്ദർശിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും ഒരു ദിവസമൊക്കെ നിശ്ചയിച്ചു, സമയമൊക്കെ നിശ്ചയിച്ചു. രണ്ടുപേരും കൂടി ആ സമയത്ത് വീട് സന്ദർശനത്തിനായിട്ട് ചുങ്കത്ത് വന്ന് അവര് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും വീട്ടിൽ കയറിയപ്പോ പഴയ ഉസ്താദുമാരെ കണ്ട സന്തോഷത്തില് രക്ഷിതാക്കള് അവർക്ക് ചായയും പലഹാരവും ഒക്കെ കൊടുത്ത് അവരെ സൽക്കരിച്ചു. അപ്പൊ ഒരാൾ മാത്രമേ രണ്ട് വീട്ടിൽ നിന്നും ചായയും പലഹാരം കഴിച്ചുള്ളൂ. രണ്ട് വീട്ടിൽ നിന്നും എനിക്ക് വേണ്ട എന്ന് രണ്ടാമത്തെ ആള് നിർബന്ധം പിടിച്ചുകൂടാ. മൂന്നാമത്തെ വീട്ടിൽ കയറിയപ്പോഴും ചായയുടെയും പലഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പൊ കൂടെയുള്ള ആള് പറഞ്ഞു ഇതെന്തൊരു കാര്യമാണ്, നമ്മൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വരല്ലേ, വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അവര് നമ്മളെ സൽക്കരിക്കുമ്പോൾ നമ്മളത് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സുഹൃത്ത് പറയാണ് ഇന്ന് വ്യാഴാഴ്ചയാണ്, എല്ലാ വ്യാഴാഴ്ചയും ഞാന് പരമാവധി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, ഇന്നെനിക്ക് നോമ്പാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരാരോഗ്യമുള്ള മനുഷ്യനെ നോക്കിക്കൊണ്ട് അയാൾ നോമ്പിലാണ് എന്നുള്ളത് നമുക്ക് പറയുക സാധ്യമല്ല. കാരണം നോമ്പ് എന്ന് പറയുന്ന ആരാധനാകർമ്മം അത് അള്ളാഹുവും അയാളും തമ്മിലുള്ള, അള്ളാഹുവിന്റെ അടിമയും തമ്മിലുള്ള വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ഇടപാടിന്റെ പേരാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവുമായിട്ട് അടിമ മാത്രം ഒറ്റക്കായി നിർവഹിക്കുന്ന വളരെ മഹനീയമായിട്ടുള്ള ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 185-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മളോട് പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബു ലീ വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. നമുക്കറിയാം നോമ്പ് നമുക്ക് നിർബന്ധമാക്കി എന്ന് പറഞ്ഞതിന് ശേഷം യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നൊക്കെ പറഞ്ഞ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി.
അയ്യാമൻ മഅദൂദാത്ത്, അത് വളരെ എണ്ണപ്പെട്ട ദിനങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം നോമ്പ് നിർബന്ധമാക്കപ്പെടാൻ ഈ റമദാനിന്റെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ എന്നൊക്കെ വളരെ കൃത്യമായി ഓരോന്നോരോന്നായി വിശദീകരിച്ചതിന് ശേഷം അല്ലാഹ് പറയാണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ താങ്കൾ അവരോട് പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്, ഞാനിതാ വളരെ അടുത്ത് തന്നെയാണ്, അവരുടെ ചാരയുണ്ട്, ദൂരെയല്ല, ഞാൻ അവരുടെ അരികത്തുണ്ട്, അകലെയല്ല എന്ന് താങ്കൾ അവരോട് പറയണം. എന്നിട്ട് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, അവര് ഉജീബു ദഅവത്തദ് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് വിളിക്ക് ഞാൻ ഉത്തരം നൽകും. പക്ഷെ ഒരു ഡിമാൻഡ് മാത്രമാണുള്ളത്, ഇദാ ദഅൻ, എന്നെ മാത്രം നിങ്ങൾ വിളിക്കണം. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ. അള്ളാഹുവിനെ മാത്രം വിളിച്ചാൽ ഞാൻ ആ വിളിക്കുത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫല്യസ്തജീബു ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതുകൊണ്ട് അവർ എന്റെ വിളിക്കുത്തരം നൽകട്ടെ, എന്നിൽ അവർ വിശ്വസിക്കട്ടെ, അവർ സന്മാർഗികളായേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അല്ലാഹു സമീപസ്ഥനാണ് എന്ന ഏറ്റവും വലിയ ബോധം ആവർത്തിച്ച് നമുക്ക് ഉണ്ടാക്കിത്തരുന്ന വളരെ 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 മഹനീയമായിട്ടുള്ള ഒരു കർമ്മത്തിന്റെ പേരാണ്, ഇബാദത്തിന്റെ പേരാണ്, ആരാധനാ കർമ്മത്തിന്റെ പേരാണ് നോമ്പ് എന്ന് പറയുന്നത്. കടുത്ത വേനലിൽ നോമ്പ് വരുമ്പോ അസർ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒളു എടുക്കുമ്പോ വായിലേക്ക് പിന്നെ എടുത്തിട്ടുള്ള വെള്ളം അടുത്ത് ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇറക്കിയാല് ആരും അറിയില്ല. പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മളത് വായിലുള്ള ആ വെള്ളം നമ്മൾ വയറിലേക്ക് ഇറക്കുകയില്ല. കാരണം അള്ളാഹു അത് കാണും എന്ന കൃത്യമായ ബോധ്യം കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അള്ളാഹു അത് കാണുന്നുണ്ട് എന്ന ബോധ്യം, ദാഹിച്ച് തൊണ്ട വരളുമ്പോഴും വെള്ളം കുടിക്കണ്ട എന്ന് നാം തീരുമാനിക്കുന്നത് അള്ളാഹു കാണും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം കൊണ്ടാണ്. അള്ളാഹു അടുത്ത് തന്നെയുണ്ട്, ഫഇന്നി ഖരീബ്, അള്ളാഹ് എന്റെ അടുത്ത് തന്നെയുണ്ട് എന്നുള്ള ബോധ്യം, അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം, ആ ബോധ്യമാണ് നോമ്പിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഈ ബോധ്യം അഥവാ ഏറ്റവും നിഷ്കളങ്കമായി കളങ്കമില്ലാതെ ഇഖ്ലാസോടുകൂടി നമുക്ക് പരിപൂർണമായി പ്രകാശിപ്പിക്കുന്ന ഇഖ്ലാസ് എങ്ങനെയാണ് എന്നുള്ളത്, ഇഖ്ലാസോടുകൂടി ഒരു കർമ്മം എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്ന് പരിപൂർണമായി പ്രകാശിപ്പിക്കുന്ന വളരെ മഹനീയമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മത്തിന്റെ പേരുകൂടിയാണ് നോമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുദീർഘമായിട്ടുള്ള ഒരു ഹദീസിൽ അഥവാ ഖുദ്സിയായിട്ടുള്ള ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ഒരു ആരാധനാ കർമ്മത്തെ കുറിച്ചും പറയാത്ത ഒരു വർത്തമാനം നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹദീസിൽ പറയുന്നത് കുല്ലു അമലി ഇബ്നി ആദം ലഹു ഇല്ല സിയാം, ആദം സന്തതികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളും അവനുള്ളതാണ്, ഇല്ല സിയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ, അല്ലാഹു പറയാണ് അത് എനിക്കുള്ളതാണ്. ഫഇന്നഹു ലീ, ആ നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സീ ബിഹി, ഞാനാണ് ആ നോമ്പിന് പ്രതിഫലം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഏത് ചെറുതും വലുതുമായിട്ടുള്ള ഏതേത് കർമ്മങ്ങളാകട്ടെ അതൊക്കെ അതിനുള്ള പ്രതിഫലമൊക്കെ നൽകുന്നത് അള്ളാഹുവാണ് എന്നുള്ള തികഞ്ഞ ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്.
പിന്നെ എന്തുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നോമ്പിനെ കുറിച്ച് വിശദീകരിച്ചത്? നോമ്പ് എനിക്കുള്ളതാണ്, ഫഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഈ ഹദീസിൽ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല ഐക്യകണ്ഠേന വിശദീകരിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഇങ്ങനെയാണ്: ഒരിക്കലും ലോകമാന്യം അഥവാ ആളെ കാണിക്കുക എന്നുള്ള, ആളെ കാണിക്കൽ ഉണ്ടാകാത്ത ഒരേ ഒരു ഇബാദത്ത് അത് നോമ്പാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ലോകമാന്യം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക, മറ്റുള്ളവരെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തില്, അല്ലെങ്കിൽ റിയാഇന്റെ അംശം കലർന്നുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. നമുക്കറിയാം, ദാനധർമ്മം നമ്മൾ ചെയ്യുമ്പോ ആ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ചറിയും. നമസ്കാരം നമ്മൾ ജമാഅത്തായിട്ട് നിർവഹിക്കുമ്പോ ഒരുപാട് ആളുകൾക്കിടയിലൂടെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അവരൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾ കാണുന്നുണ്ട്. ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ആരാധനാ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക. അപ്പോഴും ആളുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ കാണുമ്പോഴാണ് ആളുകൾക്ക് കാണിക്കണമെന്നുള്ള ഒരു വിചാരം അവന്റെ ഉള്ളിലുണ്ടാകുന്നത് എന്നതാണ്. ആളുകൾ കാണുമ്പോ കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്, ഒന്ന് ഉഷാറാക്കണം, ഇങ്ങനെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് കാണിക്കണമെന്നുള്ള ഒരു വിചാരം മനുഷ്യരുണ്ടാകുന്നത്. എന്നാൽ ഒരിക്കലും കാണാൻ കഴിയാത്ത, കണ്ട് വിലയിരുത്താൻ കഴിയാത്ത ഇബാദത്തിന്റെ പേരാണ് നോമ്പ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക മാന്യം എന്നത് ഒട്ടും കടന്നു വരാത്ത വളരെ മഹനീയമായിട്ടുള്ള ഒരു കർമ്മത്തിന്റെ പേര് കൂടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം, അമലു സ്വാലിഹാത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നത് അത് അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച്, അഥവാ അതിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം അത്രയധികം, എത്രയാണോ അള്ളാഹുവിന് കഴിയുന്നത് അത്രത്തോളം അള്ളാഹു അതിന് പ്രതിഫലം നൽകും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എനിക്കാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറയാൻ കാരണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അത്രയും എണ്ണമറ്റ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ വിശദീകരണമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. രണ്ടാമത്തെ വിശദീകരണം അത് നോമ്പിനെ ആദരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. നമുക്കറിയാം, ഈ പള്ളിയെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്, അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഭവനം എന്നാണ്, ബൈത്തുല്ലാഹ്. ഒരുപാട് കെട്ടിടങ്ങൾ, വലിയ മുന്തിയ ആകർഷണീയമായിട്ടുള്ള ഏത് കെട്ടിടത്തെ കണ്ടാലും അതൊന്നും നമുക്ക് ആ ഒരു ഗണത്തിലേക്ക് വരില്ല. അള്ളാഹുവിന്റെ പള്ളിയെയാണ് ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ ഭവനത്തെ ആദരിച്ചത്. എന്നതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പിനെ ആദരിച്ചുകൊണ്ടാണ് ആ നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് നാം ഇഖ്ലാസിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആ ഒരു നോമ്പ് എന്ന് പറയുന്ന കർമ്മത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഇഖ്ലാസോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി പൂർത്തീകരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അഥവാ ഇഖ്ലാസോടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുള്ള മഹനീയമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു പരിശീലനം കൂടിയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റമളാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ചുമൊക്കെ ധാരാളക്കണക്കിന് ഹദീസുകൾ വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അവിടെ ഈമാനൻ വഹ്തിസാബൻ എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഐ തസ്ദീഖൻ വ ഇഖ്ലാസ,
ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടും നിഷ്കളങ്കമായിക്കൊണ്ടും ആര് നോമ്പനുഷ്ഠിച്ചുവോ, ആര് റമദാൻ പൂർത്തീകരിച്ചുവോ, റമദാനിൽ ആര് നോമ്പെടുത്തുവോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപങ്ങൾ, കഴിഞ്ഞുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാൻ മാസത്തില് പ്രതിഫലേച്ഛയോടുകൂടിയും ഈമാനോടുകൂടിയും അഥവാ സത്യസന്ധമായും നിഷ്കളങ്കമായും ഇഖ്ലാസോടുകൂടിയും ആര് നമസ്കാരം പൂർത്തീകരിച്ചുവോ, നിന്ന് നമസ്കരിച്ചുവോ അവരുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കർമ്മങ്ങൾ, നബിയുടെ ചര്യ അത് എങ്ങനെയായിരുന്നു, നബി എന്തെല്ലാം കാര്യങ്ങളാണ് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ചെയ്തിട്ടുള്ളത് എന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വലിയ ശുഷ്കാന്തിയായിരുന്നു, ജാഗ്രതയായിരുന്നു സഹാബെ കിറാമിന് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് വളരെ വ്യത്യസ്തവും വിസ്മയകരവുമായിട്ടുള്ള ഒരു സംഭവം എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? വിസ്മയവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ജീവിതവും വ്യത്യസ്തവും വിസ്മയകരവുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്, എന്നിരുന്നാലും ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ കഴിയുമ്പോ രാത്രിയുടെ പകുതി പിന്നിട്ടപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. എവിടേക്കാണ് റസൂൽ ഈ പാതിരാത്രിയിൽ രാത്രിയുടെ ആദ്യ പകുതി പിന്നിട്ടപ്പോ കടന്നു പോകുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തകളിലൂടെ കടന്നുപോയി. ഞാൻ റസൂൽ അറിയാതെ റസൂലിനെ പിന്തുടർന്നു. എവിടേക്കാണ് റസൂല് പോകുന്നത്? റസൂല് നടന്ന് നീങ്ങി ഉടനെ പള്ളിയിലേക്കാണ് പ്രവേശിക്കുന്നത്. പള്ളിയിലേക്ക് പ്രവേശിച്ച് ഉദുവെടുത്ത് പള്ളിയിലേക്ക് പ്രവേശിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ മുൻപിൽ വിനയാന്വിതനായിക്കൊണ്ട് നിന്നുകൊണ്ട് കൈകെട്ടി നമസ്കാരം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ദീർഘനേരം നിന്ന് നമസ്കരിച്ച് ആ നമസ്കാരത്തിനിടക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞ് പൊട്ടിപ്പൊട്ടി കരഞ്ഞ് അങ്ങനെ കണ്ണുനീര് താടി രോമങ്ങളിലൂടെ ഇറ്റിറ്റ് വീണ് അവിടുത്തെ മാറിടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂയിലേക്ക് നീങ്ങി. ആ റുക്കൂയിലും കരച്ചിൽ നിർത്തുന്നില്ല. പിന്നീട് റസൂൽ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിലും റസൂൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു പ്രവർത്തനം ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കരിക്കാൻ വരുന്നത് വരെ റസൂൽ തുടർന്നു. പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വന്നപ്പോ റസൂലിന്റെ ഇരുകാൽ പാദങ്ങളും നീര് വന്നിട്ട് അദ്ദേഹത്തിന്റെ പെരുവിരലിലെ നീര് വന്ന് നീരിന്റെ ജലഗണങ്ങള് പുറത്തേക്ക് വരുന്നുണ്ട്. ഞാൻ അവിടുന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, താങ്കൾക്ക് അല്ലാഹു വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടുള്ളതല്ലേ, പൊറുക്കപ്പെട്ടതല്ലേ, പിന്നെ എന്തിനാണ് താങ്കൾ ഇത്ര കഷ്ടപ്പെടുന്നത്, എന്തിനാണ് താങ്കൾ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ, അല്ലയോ ആയിഷ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ എനിക്ക് എന്റെ റബ്ബ് നൽകിയിട്ടുണ്ട്, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ എനിക്ക് എന്റെ റബ്ബ് നൽകിയിട്ടുണ്ട്, ഞാൻ എന്റെ റബ്ബിനോട് നന്ദിയുള്ള ഒരടിമയാകേണ്ട ആയിഷ എന്ന് ചോദിച്ചുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. ജീവിതത്തിലെ 5 നേരത്തെ നമസ്കാരം ആ അല്ലാഹുമായിട്ട് സംവദിക്കാൻ, സംസാരിക്കാൻ, സംഭാഷണം നടത്താൻ അല്ലാഹു നൽകിയ വളരെ അനർഘമായ നിമിഷങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പുണ്യങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്രകാരം വാരിക്കോരി നൽകുന്ന
വളരെ മഹനീയമായ ഒരു മാസം എന്ന രൂപത്തിൽ ഈ റമദാൻ നമുക്ക് ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു വലിയ അനുഗ്രഹമായി കൊണ്ടാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. എത്ര കാരുണ്യവാനാണ് അള്ളാഹു, നമ്മളോട് എത്രമാത്രം സ്നേഹമാണ് അള്ളാഹുവിന്. ആ അർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായി മാറാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരത്തെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നതാണ് എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇഖ്ലാസോടുകൂടി പടച്ചവനെ നിന്റെ ഇഷ്ടം, ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് വെള്ളം കുടിക്കലാണ്, എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കലാണ്, എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്റെ വിചാരങ്ങൾ ശമിപ്പിക്കലാണ്. പക്ഷേ ഈ മാസത്തിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അല്ലാഹുവേ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട. നിന്റെ ഇഷ്ടം വെള്ളം കുടിക്കണ്ട എന്നാണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കില്ല. നിന്റെ ഇഷ്ടം എന്റെ ഇണയുടെ അടുത്തേക്ക് ഞാൻ നിശ്ചിത സമയം വരെ പ്രവേശിക്കണ്ട എന്നാണെങ്കിൽ അത് ഞാൻ നിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മഹനീയമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മത്തിന്റെ പേര് കൂടിയാണ് നോമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ചവനെ, എന്റെ ഇഷ്ടങ്ങള് ഞാൻ മാറ്റിവെക്കുന്നു നിനക്ക് വേണ്ടി, നിന്റെ ഇഷ്ടത്തിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുന്നു എന്ന് വളരെ കൃത്യമായി കർമ്മം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഈ നോമ്പിനെ അതിൻ്റെതായിട്ടുള്ള ചൈതന്യത്തിൽ നമ്മൾ പൂർത്തീകരിക്കണം. അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ പ്രകടനത്തിന്റെ പേര് കൂടിയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത പ്രണയം, അത് തന്നെയാണ് ഇഖ്ലാസ്, അത് തന്നെയാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. ആത്യന്തികമായി അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം, അതാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പിലൂടെ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോമ്പ് എന്ന് പറയുന്നത് എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും സംഗമമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിനുള്ള നിശ്ചിത സമയത്തെ ഉടമ്പടിയാണ് നമസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹുവിന് ഒരു പകൽ മുഴുവൻ അള്ളാഹുമായിട്ടുള്ള ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉടമ്പടിയുടെ പേര് കൂടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. സകാത്ത് സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നതാണെങ്കിൽ ആ സകാത്ത് നമ്മൾ റമദാനിൽ കൂടുതലായിട്ട് നൽകുന്നു. എന്നാൽ ശരീരത്തിന്റെ സമ്പത്തിന്റെ സകാത്ത് നമ്മൾ നൽകുമ്പോൾ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ സകാത്ത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് നോമ്പ് എങ്കിൽ നമ്മൾ ശരീരത്തിന്റെ സക്കാത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പിലൂടെ നിർവഹിക്കുന്നത്. ഹജ്ജ് ഭൗതികമായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളിൽ നിന്നും അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ പേരാണ് എങ്കിൽ ആത്മീയമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വിചാരങ്ങളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ പേര് കൂടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ വളരെ നിഷ്കളങ്കമായി ബോധത്തോടുകൂടി തന്നെയാവണം നമ്മൾ നോമ്പ് പൂർത്തീകരിക്കേണ്ടത്. ഇഖ്ലാസോടുകൂടി തന്നെ നമുക്ക് നോമ്പ് പൂർത്തീകരിക്കാൻ കഴിയണം എന്നുള്ളതിലേക്കാണ് ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇല്ലായ്മയല്ല നോമ്പിന്റേത് എന്ന് പറയുന്നത്, മറിച്ച് നിയന്ത്രണങ്ങളാണ്. ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത്, മറിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഭക്ഷണവും പാനീയവും അള്ളാഹുവിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയിട്ട് എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന മഹനീയമായ കർമ്മത്തിന്റെ പേര് കൂടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് എന്നത് വിശപ്പിന്റെ പേരല്ല. കാരണം നമ്മുടെ വയറിന് നോമ്പുള്ളത് പോലെ തന്നെ നമ്മുടെ കണ്ണിനും നോമ്പുണ്ടാവേണ്ടതുണ്ട്, നമ്മുടെ നാവിന് നോമ്പുണ്ടാവേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയത്തിന് നോമ്പുണ്ടാവേണ്ടതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാതിന് നോമ്പുണ്ടാകേണ്ടതുണ്ട്. അഥവാ എന്റെ വയറ് ഭക്ഷണം ഒഴിവാക്കുന്നത് മാത്രമല്ല നോമ്പെന്ന് പറയുന്നത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത
കണ്ണുകൊണ്ട് കാണാൻ അറക്കുന്ന വെറുക്കുന്ന അത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ പേര് കൂടിയാണ്, വർജിക്കുന്നതിന്റെ പേര് കൂടിയാണ് സൗമ്. സൗമ് എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ ഒഴിവാക്കൽ, വർജിക്കൽ എന്നതാണ്. എന്റെ കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നതിന്റെ പേരാണ് നോമ്പ് എന്ന് പറയുന്നത്. എന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന്റെ പേരാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് കമ്മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. എത്രയെത്ര നോമ്പുകാരാണ് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് വിശപ്പും ദാഹവും ഉണ്ട് എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. കമ്മിൻ സ്വാഇമിൻ കമ്മിൻ ഖായിമിൻ ലൈസ ലഹു ഇല്ല സുഹർ. എത്രയെത്ര ആളുകളാണ് ദീർഘനേരം നിന്നുകൊണ്ട് രാത്രി നമസ്കരിക്കുന്നത്, അവർക്ക് വെറും ഉറക്കമൊഴിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. എങ്ങനെയുള്ളവരാണ്? വെറും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം നോമ്പാവില്ല എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോ എങ്ങനെയാണ് ഇഖ്ലാസോടുകൂടി നമ്മുടെ നോമ്പ് പൂർത്തീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മല്ലം യദ ഖൗലൽ സൂരി വൽ അമലി ബിഹി വലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അല്ലാഹുവിന് ആവശ്യമില്ല നിങ്ങളുടെ മോശമായിട്ടുള്ള വർത്തമാനങ്ങളും അതുപോലെയുള്ള മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളും നിർത്താൻ നിങ്ങൾ സന്നദ്ധരല്ല എങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല എന്ന് അള്ളാഹു നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പിനെ അതിൻ്റെതായിട്ടുള്ള ചൈതന്യത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ ഇഖ്ലാസോട് കൂടിയിട്ടാണോ ഞാൻ നിങ്ങളും നോമ്പ് പൂർത്തീകരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ്. നോമ്പിന്റെ ഓരോ നിമിഷത്തിലും അത്തരത്തിലുള്ള നോമ്പ് നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട്. അത്തരം നോമ്പ് നിർവഹിക്കുമ്പോഴാണ്, അത്തരം നോമ്പ് നിർവഹിക്കുന്ന നോമ്പുകാരുടെ മുൻപിലാണ് റയ്യാൻ എന്ന കവാടങ്ങൾ തുറക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം നോമ്പുകൾ നിർവഹിക്കുന്നവരുടെ മുൻപിലാണ് പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റാതെ, തിന്മകളില്ലാതെ, ഒരു പണിയും പിശാചിനില്ലാതെ പിശാച് ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം നോമ്പുകാരുടെ മുൻപിലാണ് നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇഖ്ലാസുള്ള നോമ്പ് പൂർത്തീകരിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള റമദാനിനെയാണ് നമ്മുടെ മുൻഗാമികള് കാത്തിരുന്നത്, അവർ പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. നമ്മളൊക്കെ പ്രാർത്ഥിച്ചവരാണ്. മുൻഗാമികൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നത് അല്ലാഹുവേ റമദാനിനെ ഞങ്ങളെ കടുപ്പിക്കണേ എന്നതാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണാസന്നനായി കിടക്കുന്ന മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വളരെ നിമിഷങ്ങൾ മാത്രം ജീവിതത്തിൽ ബാക്കി നിൽക്കെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ പുറത്തേക്ക് ആദ്യമായി ഗവർണറായി നിശ്ചയിച്ച മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ബേജാറോ സങ്കടമോ എനിക്കില്ല. പക്ഷേ കഠിനമായിട്ടുള്ള വേനലില്, നല്ല കഠിനമായ ചൂടുള്ള സമയത്ത്, ചുറ്റു പഴുത്ത പകലില് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആ സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്ന നിമിഷങ്ങൾ എനിക്കിനി കിട്ടില്ലല്ലോ എന്ന വല്ലാത്തൊരു സങ്കടമാണ് എനിക്കുള്ളത് എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു റമദാനാണ് നമുക്ക് വന്നു കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള റമദാനിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചത് എന്ന് നമുക്കറിയാം. റമദാൻ വന്നാൽ, റമദാൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നുള്ളതാണ്. കരിച്ചു കളയുക എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മളുടെ തെറ്റുകുറ്റങ്ങള്, നമ്മളുടെ പാപങ്ങളൊക്കെ കരിച്ചു കളയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ തെറ്റുകളെ കരിച്ചു കളയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് അതിനെ കരിച്ചു കളയാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ വളരെ വലിയ നഷ്ടകാരികളിൽ പെട്ടുപോകുമെന്ന് വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉടലോടെ അതുപോലെ മുറിച്ചു കൊണ്ടുപോകുന്ന, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗത്തെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഈ ഭൂമിയിൽ ഒരൊറ്റ സ്ഥലം മാത്രമാണ്, റൗള എന്ന് പറയുന്ന സ്ഥലം. നമുക്കറിയാം, റൗള എന്ന് പറയുന്നത് മദീന
മദീന പള്ളിയിലെ 22 മീറ്റർ നീളവും അതുപോലെ തന്നെ 15 മീറ്റർ വീതിയുമുള്ള ഏതാണ്ട് 3552 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ആ ഭാഗം, നബിയുടെ വീടിന്റെയും നബിയുടെ മിമ്പറിന്റെയും ഇടയിലുള്ള ആ ഭാഗം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിലെ റൗള, അത് സ്വർഗത്തിലെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച, അത് അതുപോലെ തന്നെ ആ ഭാഗം ഭൂമിയിൽ നിന്ന് പറിച്ചെടുത്ത് അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന ഭൂമിയിലെ ഒരേ ഒരു ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത് ആ റൗള ഷരീഫാണ്. റൗള എന്ന് പറയുന്നത് അത് ഒരിക്കലും നബിയുടെ കബറിടത്തിന് മാത്രം പറയുന്ന പേരല്ല, മറിച്ച് ആ റൗള ഷരീഫിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആ സ്വർഗം, ഭൂമിയിലെ ആ സ്വർഗം റൗളയിലെ ജന്നയിലെ ആ ഒരു ഭാഗം എന്നുകൊണ്ട് പഠിപ്പിച്ചതിന്റെ അതിരെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഭവനമാണ്. അതിന്റെ ഒരറ്റമെങ്കിൽ മറ്റേ അറ്റം എന്ന് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ മിമ്പറിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ കയറുമ്പോ 3 തവണ ആമീൻ എന്ന്, ആമീൻ 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 എന്ന് 3 തവണ ആമീൻ പറയുന്നതായിട്ട് സഹാബയെ കിറാം ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുന്ന് സഹാബയെ കിറാം ചോദിക്കുന്നുണ്ട്, റസൂലേ താങ്കൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? ഒന്ന് ആമീൻ പറയണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണ്ടേ, താങ്കൾ എന്തിനാണ് ആമീൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, ഞാൻ ആ പ്രാർത്ഥനക്കാണ് ആമീൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവര് നാശത്തിലാണ് എന്നതാണ്. രണ്ടാമത്തത്, മാതാപിതാക്കളെ കിട്ടിയിട്ട് ആ മാതാപിതാക്കൾ മുഖേന അവരെ സംരക്ഷിച്ച് പരിപാലിച്ച് സ്വർഗം നേടിയെടുക്കാത്തവൻ നഷ്ടത്തിലാണ് എന്നതായിരുന്നു. മൂന്നാമതായിട്ട് അതിൽ പറഞ്ഞ കാര്യം, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ, ഒരു മനുഷ്യൻ അവൻ നാശത്തിലാണ്, അവന് റമളാന് ലഭിച്ചു. സുമ്മൻസലഖ ഖബ്ല അയ്യുഗ്ഫറ ലഹു, ആ റമളാൻ കടന്നുപോയി, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ആ പാപങ്ങൾ പൊറുക്കാൻ അതിനു വേണ്ടിയിട്ട് അല്ലാഹുവിനോട് അവന് പൊറുക്കൽ തേടുകയോ അത് കരിച്ചു കളയാനുള്ള ആ കൃത്യമായിട്ടുള്ള നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇഖ്ലാസോടുകൂടി ആ നോമ്പ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഹതഭാഗ്യനാണ് അവൻ നശിക്കട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ ചിന്തിക്കണം, ആരാണ് പ്രാർത്ഥിച്ചത്? മലക്കുകളിൽ ഏറ്റവും അനുഗ്രഹീതനായ മലക്കുകളുടെ നേതാവായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രസംഗിച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും സവിശേഷതയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ആരാണ് ആമീൻ പറഞ്ഞത്? ലോക ജനതക്കോ ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ ജനസഞ്ചയത്തിന് അന്ത്യപ്രവാചകനായി ഖാത്തമുൽ അംബിയാ ആയി രംഗപ്രവേശം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞത്. എവിടെ വെച്ചാണ് ആമീൻ പറഞ്ഞത്? ഭൂമിയില് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ ഭാഗമായി നമുക്ക് പഠിപ്പിച്ചു തന്ന റൗള ഷരീഫിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറിൽ വെച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥനക്ക് ആമീൻ നേർന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ അതിന്റെ ആനന്ദം നമ്മൾ ആസ്വദിച്ചുകൊണ്ട് അല്ലാഹുവിനോടുള്ള ഇഷ്ടം ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ്, അതാണ് എനിക്ക് ആത്യന്തികമായിട്ട് ലഭിക്കേണ്ടത് എന്ന് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവാഹിച്ചുകൊണ്ടായിരിക്കണം ഈ റമളാൻ നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ആ രൂപത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നു, ഞാനും നോമ്പനുഷ്ഠിക്കുന്നു, എല്ലാവരും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഈ റമളാനിൽ ഒരുമിച്ചാണ് നോമ്പനുഷ്ഠിക്കുന്നത്. എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നതുകൊണ്ട് ഞാനും നോമ്പനുഷ്ഠിക്കുന്നു എന്ന ഒരു സാധാരണ നിസാരമായ ഒരു ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചതുപോലെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എല്ലാവരും നോമ്പെടുക്കുന്നു എന്നല്ല, ആരാണ് അഹ്സനായിട്ട്
ഇത് പൂർത്തീകരിക്കുന്നത്, ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നത് എന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള, ഇതിന്റെ അധികാരം മുഴുവൻ കരങ്ങളിലുള്ള, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനായ ആ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും സൃഷ്ടിച്ച അവൻ നമ്മെ ആരാണ് നമ്മിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ, നമ്മളുടെ നോമ്പ്, നമ്മുടെ നമസ്കാരങ്ങള്, നമ്മളുടെ പ്രാർത്ഥനകള്, നമ്മളുടെ മറ്റ് ദാനധർമ്മങ്ങള്, ഇതെല്ലാം, നമ്മുടെ നമസ്കാരങ്ങൾ, ഇതെല്ലാം ഏറ്റവും അഹ്സനാകാൻ, അഹ്സൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അഹ്സൻ ഏറ്റവും നല്ലത് എന്നുള്ള, അങ്ങനെ ഏറ്റവും അഹ്സനായിട്ടുള്ള നോമ്പ് പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്സനായിക്കൊണ്ട് നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ കർമ്മങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് ഏറ്റവും നല്ല അടിയാറുകളായി, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല മുത്തഖികളായിട്ടുള്ള ജനങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പടച്ചവനെ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാണ്. അവസാനത്തെ റമദാനിലെ 4ാമത്തെ നോമ്പിലാണ് ഞങ്ങളുള്ളത്. നാഥാ, ഈ നോമ്പ് ഞങ്ങളിൽ ആരൊക്കെ പൂർത്തീകരിക്കുമെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അടുത്ത റമദാനിൽ ഞങ്ങളിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല. അല്ലാഹുവേ, ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഉദവി ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പള്ളിയെ പടുത്തുയർത്തുന്നതിലും ഇവിടത്തെ ദീനിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിലും ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാന്യനായ ഉസ്താദ് ഹൈദർ അലി സാഹിബിനെ പോലെയുള്ള, അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാരും മുതിർന്നവരും സ്ത്രീകളുമൊക്കെ ആയിട്ടുള്ളവര്, അവരൊക്കെ അവരുടെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചവരാണ്. നാഥ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകണേ നാഥ. ഇവിടെ ഞങ്ങൾ ഇരുന്നത് പോലെ ഞങ്ങളെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് മഹനീയമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള പദവിയിൽ നോമ്പിനെ ചൈതന്യത്തോടുകൂടി പൂർത്തീകരിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിച്ച് സ്വർഗത്തിലെ ഉന്നതമായിട്ടുള്ള വിധാനങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, നീ കാരുണ്യവാനാണ്, ഏറെ കരുണയുള്ളവനാണ് നാഥ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഴ്ചകൾ, പോരായ്മകൾ നീ പുറത്തു തരണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين وأذل النفاق والمنافقين. اللهم طهر قلوبنا من النفاق، اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء يا رب العالمين. اللهم انصر المسلمين في كل مكان، اللهم انصر إخواننا في غزة، اللهم انصرهم نصرا كاملا، اللهم انصرهم نصرا عاجلا. اللهم ارحمنا يا أرحم الراحمين، اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. يا الله، يا ديان، يا منان، يا مجيب الدعوات، ربنا تقبل منا دعاءنا، ربنا تقبل منا صيامنا، ربنا تقبل منا صلاتنا، ربنا تقبل منا سائر أعمالنا يا أرحم الراحمين. اللهم اجعل هذا الشهر العظيم شاهدا لنا لا شاهدا علينا، لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا وآبائنا وأمهاتنا من الديون والمظالم والنار.
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم ربنا اغفر وارحم وأنت خير الراحمين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.